ഹലോ ന്യൂമിക്സ് ലേണിംഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങനെയുണ്ട്? നിങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ക്രിസ്മസ് പരീക്ഷ തിങ്കളാഴ്ച 15-ാം തീയതി മുതൽ, ഡിസംബർ 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ഭാഗ്യത്തിന് ആദ്യത്തെ എക്സാം തന്നെ മാത്തമാറ്റിക്സ് ആണ്. സെക്കൻഡ് ടേമില് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടാൻജൻസ്. നമ്മൾ ഇന്ന് ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്റെ കണ്ടന്റും കൺസെപ്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് മനസ്സിലാകും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു പേനയും പേപ്പറും പുസ്തകവും ഒക്കെ എടുത്ത് സെറ്റായിട്ട് ഈ വീഡിയോ കാണാം. സെറ്റല്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തില് ഒരു സർക്കിൾ, ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തിനകത്ത് 3 കോഡ്, 3 ഞാളുകൾ വരച്ച് ഒരു ട്രയാങ്കിൾ രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു ത്രികോണം. ആ ത്രികോണവും വൃത്തവും, സർക്കിളും ട്രയാങ്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റിലൂടെ ഒരു തൊടുവര, രണ്ടാമത്തെ തൊടുവര, മൂന്നാമത്തെ തൊടുവര, അല്ലെ, 3 ടാൻജന്റ് ജോയിൻ ചെയ്തിട്ട് ഒരു ലാർജ് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഒരു സർക്കിൾ, ആ സർക്കിളിനകത്ത് 3 കോഡ്, 3 ഞാണികൾ വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളും സർക്കിളും ടച്ച് ചെയ്യുന്ന പോയിന്റിലൂടെ 3 ടാൻജന്റ് ആണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ആംഗിൾസും കാണണം. റെഡി? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? എല്ലാ ആംഗിൾസും കാണണം. വളരെ എളുപ്പമാണ്. മക്കളൊന്നും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് വേഗം കിട്ടും. ഒരു ത്രികോണത്തില് ഈ കോൺ 60 ആണ്, ഈ കോൺ 60 ആണ്. അങ്ങനെയെങ്കിൽ ഈ കോൺ എത്രയാണെന്ന് നമുക്ക് കാണാമല്ലോ. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ, അല്ലെ, സം ഓഫ് ദി 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. 3 എണ്ണം കൂട്ടിയാൽ 180 കിട്ടണം. അങ്ങനെയെങ്കിൽ ഇവിടെ 60, ഇവിടെ 40. 60, 40, 100 പോയാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 80 ഡിഗ്രി. അപ്പോ നമുക്ക് ഇത് 60, ഇത് 40, ഇത് എത്ര കിട്ടി? 80 ഡിഗ്രി കിട്ടി. സെറ്റ് ആണോ? ആദ്യത്തെ പോയിന്റ് ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അടുത്ത പോയിന്റ് ഒന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർക്കിളിന്റെ, വൃത്തത്തിന്റെ പുറത്തുള്ള കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് 2 ടാൻജന്റ്, 2 തൊടുവര വരച്ചാൽ അതിന്റെ രണ്ടിന്റെയും നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെ? സർക്കിളിന്റെ പുറത്തേക്ക് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് 2 ടാൻജന്റ് വരച്ചാൽ അതിന്റെ രണ്ടിന്റെയും ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. 2 ലെങ്ത്തും സെയിം ആണെങ്കിൽ ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 2 നീളങ്ങൾ തുല്യമാണെങ്കിൽ ഈ 2 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ കാണാൻ പോവാ. ഇവിടെ ഒരു ത്രികോണം. ഈ ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180, 180 കിട്ടണം. ഈ ചങ്ങാതി 40 ഡിഗ്രികൾ കൊണ്ടുപോയി. ബാക്കി എത്രയുള്ളൂ? 140 ഡിഗ്രി ഉള്ളൂ. ആ 140 ഡിഗ്രിയിൽ 70 ഇയാൾക്കും കൊടുക്കണം, 70 ഇയാൾക്കും കൊടുക്കണം. സെറ്റാണോ? റെഡിയാണോ? എന്താ പറഞ്ഞത്? ഇത് 3 കൂട്ടിയാൽ 180 കിട്ടണം. അത് ഇയാൾ എത്ര കൊണ്ടുപോയി? 40 കൊണ്ടുപോയി. ബാക്കി എത്രയുള്ളൂ? 140. ആ 140 70 ഇവിടെയും കൊടുത്തു, 70 ഇപ്പുറത്തും കൊടുത്തു. അങ്ങനെയെങ്കിൽ എന്റെ മക്കൾ അടുത്തൊന്ന് പറഞ്ഞേ, ഇത് 3, അല്ലെ, ഇത് 3 കൂട്ടിയാൽ 180 കിട്ടണം. ഇയാൾ എത്ര കൊണ്ടുപോയി? ഇയാൾ 80 കൊണ്ടുപോയി. ബാക്കി എത്രയുള്ളൂ? 100 ഡിഗ്രി ഉള്ളൂ. ആ 100 ഡിഗ്രിയിൽ ഇവർ 50 ഡിഗ്രി കൊടുക്കണം, ഇവരും എത്ര ഡിഗ്രി കൊടുക്കണം? 50 ഡിഗ്രി കൊടുക്കണം. റെഡിയാണോ? സെറ്റ് ആണോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തത്, ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെയും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്നൊന്ന് കമന്റ് അടിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, മനസ്സിലായെങ്കിൽ നിങ്ങളത് ഓക്കെ ആണ്, സെറ്റാണ് എന്നൊന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നോക്കിയേ. ഈ കോണും 70 ഡിഗ്രിയാണ്. ഈ കോണും എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഈ കോണും 60 ഡിഗ്രി ആണെങ്കിൽ അതിന് രണ്ടിനും ഓപ്പോസിറ്റുള്ള ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 60. ഇത് 50, ഇത് 80 ആണെങ്കിൽ അതിന് രണ്ടിനും ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്, ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 70. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 60. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 50.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. നമുക്കൊരു 60 ഡിഗ്രി ഒരു 40 ഡിഗ്രിയാണ് തന്നത്. ഇത് 60ഉം ഇത് 40ഉം ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കും. കാരണം 3 കൂട്ടിയാൽ 180. ഇനി നമ്മൾ ഈ ത്രികോണം എടുത്തു, ഇത് 3 കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ 40 പോയാൽ പിന്നെ ബാക്കിയോടെ എത്ര ഉണ്ടാവുള്ളൂ? 70. എടാ അതേപോലെ ഇവിടെ 80 പോയാൽ ബാക്കിയോടെ എത്ര ഉണ്ടാവുള്ളൂ? 50. 50. ഇവിടെ 60 പോയാൽ ബാക്കി ഇവിടെയും 60, ഇവിടെയും എത്രയാണ്? 60 ആണ്. ഇനി ഇവിടെ 70 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അകത്തും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അകത്തും 50 ഡിഗ്രി ആണ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ? എടാ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന് 3 ടാൻജന്റ് 3 തൊടുവര വരച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ചും അറിയാം, ഈ ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ ആണ്, അന്തർവൃത്തമാണ് ചിത്രത്തിലുള്ളത്. ഇനി കാണേണ്ടത് എന്താ? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഈച്ച് ടാൻജന്റ് ഫ്രം ഈച്ച് വെർട്ടെക്സ് ടു ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. എടാ ടാൻജന്റിന്റെ നീളം തന്നിട്ടുണ്ട്, തൊടുവരയുടെ നീളം തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താ? പക്ഷേ ഇതാ ഈ മൂലയിൽ നിന്നും ഈ തൊടുന്ന ബിന്ദു വരെയുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതുവരെയുള്ള ലെങ്ത് എത്രയാണ്? അതുപോലെ ഈ മൂലയിൽ നിന്നും ഈ തൊടുന്ന ബിന്ദു വരെയുള്ള ലെങ്ത് എത്രയാണ്? അതുപോലെ ഈ മൂലയിൽ നിന്നും ഇവിടം വരെ എത്രയാണ്? ഈ മൂലയിൽ നിന്നും ഇവിടം വരെ എത്രയാണ്? ഈ മൂലയിൽ നിന്ന് ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതുവരെ എത്രയാണ്? ഈ ലെങ്ത് എത്രയാണെന്നാണ് കാണേണ്ടത്. നമുക്ക് ഒരിക്കലും ഇത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 3.5, ഇത് 3.5 അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് ടോട്ടൽ 4 ആണെങ്കിൽ ഇത് 2 അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയാണ് എന്നുള്ളതിന്റെ യാതൊരു ഡാറ്റയും യാതൊരു തെളിവുകളും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണണം. റെഡി? അപ്പൊ നമ്മൾ ഇതിന് ആദ്യം തന്നെ ഒരു പേര് കൊടുക്കാൻ പോവാണ്. മക്കൾ പറഞ്ഞ പേര് ABC. സെറ്റാണോ? ABC കൊടുത്തു. ഇനി ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഞാൻ P കൊടുത്തു, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് Q കൊടുത്ു, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് എന്ത് കൊടുത്തു? R കൊടുത്തു. എടാ ഇതുവരെ ക്ലിയർ ആണോ? ഇനി നമുക്ക് ഏതൊക്കെ കാണണം? നമുക്ക് AR കാണണം, BR കാണണം, നമുക്ക് BP കാണണം, CP കാണണം, നമുക്ക് AQ കാണണം, QC കാണണം. ഇത്രേ പണിയുള്ളൂ, വേറൊരു പണിയില്ല. അതിന് നമ്മൾ അറിയാത്തതിന് നമ്മൾ രോമന പേര് കൊടുക്കും. എന്താണത്? എക്സ്. അറിയാത്ത ഞാനിതാ AR-ന് X കൊടുത്തു. AR-ന് X കൊടുത്താൽ AQ എന്തായിരിക്കും? X ആയിരിക്കും. എടാ AR-ന് X കൊടുത്താൽ AQ എന്തായിരിക്കും? X ആയിരിക്കും. സർക്കിളിന് പുറത്തുള്ള പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന 2 ടാൻജന്റിന്റെ 2 തൊടുവരയുടെയും നീളം എത്രയായിരിക്കും? തുല്യം. അങ്ങനെയാണെങ്കിൽ ഈ നീളവും എന്താണ്? തുല്യമാണ്. എടാ ഈ നീളവും എന്ത് തന്നെയാണ്? തുല്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തത് X ആണ്. ഇനി ഒന്ന് നോക്കിക്കേ, ഇത് ടോട്ടൽ 4 സെന്റിമീറ്റർ. ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ. അതിൽ ഈ ഭാഗം എത്രയാണ്? X ആണ്. എടാ ടോട്ടൽ 4 സെന്റിമീറ്റർ ഈ ചങ്ങായി എത്ര കൊണ്ടുപോയി? X കൊണ്ടുപോയി. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 4 - X. റെഡിയാണോ? എടാ ഇത് 4 - X ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 4 - X തന്നെയായിരിക്കും. അപ്പൊ ഇതിലും നമ്മൾ കൊടുത്തു 4 - X. സെറ്റാണോ? ഇനി ഒന്ന് പറഞ്ഞേ, ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്റർ? 5 സെന്റിമീറ്റർ. അതിൽ ഇയാൾ എത്ര കൊണ്ടുപോയി? X കൊണ്ടുപോയി. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞേ? 5 - X ആണ്. എടാ ഇത് 5 - X ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? പറഞ്ഞേ, ഇതും എത്രയായിരിക്കും? 5 - X തന്നെയാണ്. അപ്പൊ നമ്മൾ കാണേണ്ടതിന് X കണക്ട് ചെയ്തിട്ടുള്ള ഓരോ പേര് നമ്മൾ കൊടുത്തു. ഇതിന് നമ്മൾ X കൊടുത്തു. അപ്പൊ എത്രയായി? 4 - X. എടാ ഇത് 4 - X ആണെങ്കിൽ ഇതും എന്താണ്? 4 - X ആണ്. ഇത് X ആണെങ്കിൽ ഇത് എത്രയാണ്? 5 - X ആണ്. അപ്പൊ ഇതും എത്രയാണ്? 5 - X തന്നെയാണ്. ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ മതി? എക്സിന്റെ വാല്യൂ കിട്ടിയാൽ മതി. എക്സിന്റെ വാല്യൂ അത് നമ്മൾ ഇവിടെ കണ്ടെത്താൻ പോവുക. അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് എടാ 4 - X-ഉം 5 - X-ഉം കൂടി കൂട്ടിയാൽ എത്ര സെന്റിമീറ്റർ കിട്ടണം? 7 സെന്റിമീറ്റർ കിട്ടണം. എങ്ങനെ? 4 - X-ഉം 5 - X-ഉം കൂട്ടിയാൽ എത്ര കിട്ടണം? 7 കിട്ടണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എഴുതാണ് 4 - X പ്ലസ്
5 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 7. എങ്ങനെ 4 മൈനസ് എക്സും 5 മൈനസ് എക്സും കൂട്ടിയാൽ എത്ര കിട്ടണം? 7 കിട്ടണം. അങ്ങനെയെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യാം. ആദ്യം ഞാൻ 4 പ്ലസ് 5 അല്ലെ, ഈ ഒരേപോലത്തെ 4 പ്ലസ് 5 ആദ്യം എഴുതി. പിന്നെ ബാക്കിയുള്ളത് എന്താന്ന് പറഞ്ഞേ? പിന്നെ ബാക്കിയുള്ളത് എന്താ? മൈനസ് എക്സ് സമം എത്ര കിട്ടി? 7 കിട്ടി. ക്ലിയർ ആണോ? എന്താ ചെയ്തത്? 4 പ്ലസ് 5 എഴുതി. പിന്നെ ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, ഇവിടെയും എന്താണുള്ളത്? ഒരു മൈനസ് എക്സ് ആണ്. റെഡി? അപ്പോ അടുത്ത സ്റ്റെപ്പില് 4 പ്ലസ് 5 എത്രയാണ്? 9. ഇനി നോക്കിക്കേ, മൈനസ് എക്സ്. എടാ രണ്ടിന്റെയും ചിഹ്നം എന്താണ്? മൈനസ് ആണ്. രണ്ടിന്റെയും ചിഹ്നം മൈനസ് ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടി മൈനസ് ഇടണം. അപ്പൊ -2x സമം എത്ര കിട്ടി? 7 കിട്ടി. ക്ലിയർ ആണോ? അപ്പോ 9 മൈനസ് 2x സമം 7 കിട്ടി. ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെ 9 ഞാനിവിടെ നിർത്തി. ഈ +7 ഇങ്ങോട്ട് വന്നാൽ എന്താവും? -7 ആവും. -2x അപ്പുറത്തേക്ക് പോയാൽ എന്താവും? +2x ആവും. എങ്ങനെ? 9 ഇവിടെ നിർത്തി, +7 ഇപ്പുറത്തേക്ക് വന്നാൽ -7 ആവും. -2x അപ്പുറത്തേക്ക് പോയാൽ എന്താകും? +2x ആവും. അപ്പൊ നമ്മൾ ചെയ്യാണ് മക്കൾ ശ്രദ്ധിച്ചോ. 9 മൈനസ് 7 അല്ലെ, 7 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു സമം 2x. റെഡിയാണോ? എടാ റെഡിയാണോ? ബാക്കി ഇവിടെ എഴുതാൻ പോവാ. 9 മൈനസ് 7 എത്രയാണ്? 2 സമം 2x. 2 സമം 2x. അപ്പൊ x സമം 2/2. x സമം എത്ര കിട്ടി? 1 കിട്ടി. എടാ അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 1. കൂടി പറയാം. 4 മൈനസ് എക്സും 5 മൈനസ് എക്സും കൂടി കൂട്ടിയാൽ 7 കിട്ടണം. റെഡി? 4 മൈനസ് എക്സും 5 മൈനസ് എക്സും കൂട്ടിയാൽ 7 കിട്ടണം. ആദ്യം ഞാൻ ഈ 4ഉം ഈ 5ഉം കൂട്ടി 9 എഴുതി. ഇനി ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, മൈനസ് എക്സും മൈനസ് എക്സും കൂട്ടിയാൽ -2x ആണ്. സമം നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ഇനി ഈ +7 ഇങ്ങോട്ട് വന്നപ്പോ എന്തായി? -7 ആയി. -2x അപ്പുറത്തേക്ക് പോയപ്പോഴെന്തായി? +2x ആയി. അപ്പൊ 9 നിന്നും 7 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 2 സമം 2x. x സമം 2/2. x സമം എത്ര കിട്ടി? 1 കിട്ടി. എടാ എക്സിന്റെ വാല്യൂ ആണ് എന്ത് കിട്ടിയത്? 1 കിട്ടിയത്. അപ്പൊ ഈ ലെങ്ത് എത്രയായിരിക്കും? 1. അപ്പൊ ഈ ലെങ്ത് എത്രയായിരിക്കും? 1. ഇതെത്രയാണ്? 4 മൈനസ് എക്സ്. 4 1 കുറച്ചാൽ ഇതെത്രയാണ്? 3. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? 3. ഇതെത്രയാണ്? 5 മൈനസ് എക്സ്. അപ്പൊ എത്രയാണ്? 4. അപ്പൊ ഇത് എത്രയാണ്? 4. ഇനി ഒന്ന് നോക്കിക്കേ. 4ഉം 1ഉം 5, 3ഉം 4ഉം 7, 3ഉം 1ഉം 4. സെറ്റായി. അപ്പൊ നമുക്ക് ഇതാ ഈ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള എല്ലാ നീളങ്ങളും കിട്ടി. അതിന് നമ്മൾ ചെയ്തത് x അങ്ങോട്ട് കൊടുത്തു. x ഇവിടെ കൊടുത്താൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സെറ്റ് ആവും. പിന്നെ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി ഓരോന്നിലും കൊണ്ടുപോയി കൊടുത്തു. റെഡിയാണോ? സിമ്പിൾ ആയിട്ടുള്ള വെരി സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരി സിമ്പിൾ. എടാ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻ അറിയാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? കുറച്ച് ഇക്വേഷൻസ് അറിയണം. അത് ഈ ചാപ്റ്ററിൽ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇക്വേഷൻ എങ്ങനെ കിട്ടിയത് എന്നൊന്നും പറയുന്നില്ല. ആ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി റേഡിയസ് കാണണം. എന്തിന്റെ? ഓഫ് ദി സർക്കിൾ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാംഗിൾ വിത്ത് സൈഡ് 12 സെന്റിമീറ്റർ. എടാ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, സമഭുജ ത്രികോണം, അതിന്റെ വശത്തിന്റെ നീളം എത്ര വരണം? 12 വേണം. അതിന്റെ വശത്തിന്റെ നീളം എത്ര വരണം? 12. അങ്ങനെയെങ്കിൽ അതിന്റെ റേഡിയസ് ആണ് കാണേണ്ടത്. അപ്പൊ ഞാനൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഇവിടെ വരക്കാം. അല്ലേ? ഇത് കണ്ട ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്നൊക്കെ തോന്നില്ലേ? എടാ തോന്നൂലേ? പറഞ്ഞേ. തോന്നും. ഇതാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് വിചാരിച്ചോ. ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിനകത്ത് ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതാ ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിനകത്ത് ഒരു ഇൻ സർക്കിൾ കറക്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കറക്റ്റ് സർക്കിൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ഇതിന്റെ റേഡിയസ് ആണ് കാണേണ്ടത്. ക്ലിയർ ആണോ? അത് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ലെങ്ത് ഇവിടെ 12 ആണ്. ഇതും 12 ആണ്. ഇതും എത്രയാണ്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞേ, ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉണ്ട്.
സൈഡ് എത്രയാണ് 12 സെന്റിമീറ്റർ. അതിലൊരു ഇൻസർക്കിൾ ഉണ്ട്, അന്തർവൃത്തമുണ്ട്. ആ അന്തർവൃത്തത്തിന്റെ റേഡിയസ് ആരം എത്രയാണെന്നാണ് കാണേണ്ടത്. അതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അന്തർവൃത്തത്തിന്റെ ആരം കാണാൻ R സമം A/S. പറഞ്ഞേ, R സമം A/S ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. R സമം A/S. എന്താണ് R? അന്തർവൃത്തത്തിന്റെ ആരം, റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ. എന്താണ് എ? എന്താ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ്. എന്താണ് എസ്? ഈ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയാണ് ഹാഫ് ഓഫ് ദി പെരിമീറ്റർ. റെഡി? ആർ എന്താണ്? റേഡിയസ് ആണ്. എ എന്താണ്? ഏരിയ, പരപ്പളവാണ്. എസ് എന്താണ്? ചുറ്റളവിന്റെ പകുതിയാണ്, ഹാഫ് ഓഫ് ദി പെരിമീറ്റർ. അപ്പൊ ആറ് കാണണമെങ്കിൽ നമുക്ക് എയും കാണണം, എസും കാണണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എ കാണാൻ പോവാ. എ സമം കാണുന്നുണ്ടല്ലോ? എ കാണുന്നുണ്ടല്ലോ? എടാ റെഡി അല്ലേ? എ സമം ഇവിടെ എഴുതാണ്. എ സമം ഇതൊരു സമഭുജ ത്രികോണമാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? √3/4a² ആണ്. എന്താണ്? √3/4a² സമം √3/4 ഇൻറ്റു എടാ a². എന്താ a² എന്താ? വശം. എ എന്താണ്? വശമാണ്, സൈഡ് ആണ്. അപ്പൊ വശം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 × 12. ഞാൻ 12² എന്ന് എഴുതുന്നില്ല, 12 × 12. കാരണം എന്താ? ഈ 4ഉം ഈ 12ഉം വെട്ടിയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 3 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 3 ഇൻറ്റു 12. √3 ഇൻറ്റു 3 ഇൻറ്റു 12. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? എ സമം 3 ഇൻറ്റു 12 36 ആണ്. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? √3. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. ഏരിയ എന്താ കിട്ടിയത്? 36√3 ആണ് കിട്ടിയത്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. നമുക്ക് റേഡിയസ് ആണ് കാണേണ്ടത്, അതിന് ഏരിയ കിട്ടണം. ഏരിയ എന്തിന്റെ ഏരിയ ആണ്? സമഭുജ ത്രികോണത്തിന്റെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അത് കാണാൻ ഇക്വേഷൻ √3/4a² ആണ്. എന്താണ്? √3/4a². അപ്പൊ √3/4 ഇൻറ്റു a². a² എന്ന് പറഞ്ഞാൽ വശം സ്ക്വയർ, സൈഡ് സ്ക്വയർ. 12 × 12 ആണ്. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. മക്കളെ എന്താ ഏരിയ കിട്ടിയത്? 36√3. ഇനി ഒരു സാധനം കൂടി കാണണം. എന്താണ് ആ സാധനം? പറഞ്ഞ ഒരു സാധനം കൂടി കാണണം. എന്താ കാണേണ്ടത്? എസ് കാണണം. എന്താ എസ്? ചുറ്റളവിന്റെ പകുതിയാണ്. എന്താണ്? ചുറ്റളവിന്റെ പകുതി. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 12 + 12 അതിന്റെ പകുതി അല്ലെ? അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് 12 + 12 അതിന്റെ പകുതി. അതായത് 12 + 12 + 12 എത്രയാണ്? 36ന്റെ പകുതി. 36ന്റെ പകുതി എത്രയാണ്? 18 ആണ്. അപ്പൊ എസിന്റെ വാല്യൂ കിട്ടി. എടാ എസിന്റെ വാല്യൂ കിട്ടി. ചുറ്റളവിന്റെ പകുതി, ഹാഫ് ഓഫ് ദി പെരിമീറ്റർ കിട്ടി. എത്രയാണ്? 18 കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി, എസ് കിട്ടി. അത് ഡയറക്റ്റ് ഇതാ മക്കളെ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഏരിയ എത്ര കിട്ടിയത്? പറഞ്ഞേ, 36√3 ബൈ എസ്. എസ് എത്ര കിട്ടിയത്? 18 ആണ് കിട്ടിയത്. എടാ 36ഉം 18ഉം ക്യാൻസൽ ചെയ്തൂടെ? 36ഉം 18ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര കിട്ടുക? 2 ആണ് കിട്ടുക. അപ്പൊ R സമം നമുക്ക് എത്ര കിട്ടി? 2√3 സെന്റിമീറ്റർ. സെറ്റ് ആണോ? റെഡി ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇവിടെ നിങ്ങൾക്ക് ഇതാ ഈ ഇക്വേഷൻ മാത്രം അറിയാനുള്ളത്. ഏതാണ് ഇക്വേഷൻ? R സമം A/S. എന്താണ് R? R എന്താണ്? ഇൻസർക്കിളിന്റെ, അന്തർവൃത്തത്തിന്റെ ആരമാണ്. എന്താണ്? എ എന്താണ്? വലിയ ത്രികോണത്തിന്റെ പരപ്പളവാണ്, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. എടാ എസ് ഉണ്ട്. എന്താണ് എസ്? ഈ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയാണ്, ഹാഫ് ഓഫ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ ആദ്യം നമ്മൾ ഏരിയ കണ്ടു. ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ഏരിയ ഒരു സമഭുജ ത്രികോണമാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഇക്വേഷൻ, അതിന്റെ പരപ്പളവ് ഏരിയ കാണാൻ ഇക്വേഷൻ √3/4a² ആണ്. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 36√3 കിട്ടി. അതെന്താണ്? ഏരിയ ആണ്, പരപ്പളവാണ്. ഇനി കാണേണ്ടത് എസ് ആണ്. എസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. 36/2 എത്രയാണ്? 18 ആണ്. അത് നമ്മൾ ഈ ഇക്വേഷൻ കൊടുത്തപ്പോൾ അക്കരെ നമുക്ക് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്? റേഡിയസ് കിട്ടി. എന്താണ് റേഡിയസ്? 2√3 ആണ് റേഡിയസ്. സെറ്റ് അല്ലേ? വെരി വെരി സിമ്പിൾ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. മക്കളൊന്ന് നോക്കിക്കേ. എടാ നമ്മുടെ കയ്യിലൊരു ത്രികോണമുണ്ട്. ഞാൻ ഇനി ചിത്രം വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിന്റെ സൈഡ് 13 ആണ്, 14 ആണ്, 15 ആണ്.
ഏതാണ്? ഒരു ത്രികോണമുണ്ട്, അതിന്റെ സൈഡ് എത്രയാണ്? 13 14 15 എടാ അതിനൊരു ഇൻസർക്കിൾ ഉണ്ട്, ആ ഇൻസർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. എന്താ? നമ്മുടെ കയ്യിൽ ഒരു ത്രികോണമുണ്ട്, ആ ത്രികോണത്തിന്റെ സൈഡ് 13 14 15 അതിനൊരു അന്തർവൃത്തമുണ്ട്, ആ അന്തർവൃത്തത്തിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. അതിന് നമ്മുടെ കയ്യിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ ഇതുവരെ പുറത്തെടുക്കാത്തൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഒന്ന് പറഞ്ഞേ, എന്താണ്? R സമം റൂട്ട് ഓഫ്, പറഞ്ഞ റൂട്ട് ഓഫ് s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c ഓൾ ഡിവൈഡഡ് ബൈ s. എന്നത് സാധനം? എന്താണ് സാധനം? അല്ലേ? ഇതറിയാൻ നമുക്ക് എന്ത് മാത്രം എഴുതാൻ മതി? എ എന്താ മക്കൾ പറഞ്ഞേ? എ എന്താ? ത്രികോണത്തിന്റെ ഒന്നാമത്തെ വശം 13, ബി എന്താണ്? രണ്ടാമത്തെ വശം 14, സി എന്താണ്? മൂന്നാമത്തെ വശം 15, എസ് എന്താണ്? എസ് നമുക്കറിയാം, എസ് ചുറ്റളവിന്റെ പകുതിയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണാൻ പോവാണ്? എസ് കാണാൻ പോവാ. ആദ്യം നമ്മൾ എന്ത് കാണാൻ പോവാണ്? എസ് സമം ചുറ്റളവിന്റെ പകുതി. എടാ ചുറ്റളവ് ഹാഫ് ഓഫ് ദി പെരിമീറ്റർ 13 + 14 + 15 അല്ലെ? 13 + 14 + 15/2 അല്ലെ? എസ് സമം പറഞ്ഞേ 13 + 14 + 15 എങ്ങനെ കൂട്ടാ? 10 20 30. 30 + 5 35 4 39 3 42. അപ്പൊ അത് കൂട്ടിയപ്പോ എത്ര കിട്ടി നമുക്ക്? 42/2. എസ് സമം എത്ര കിട്ടിയടാ? 21 കിട്ടി. സെറ്റ് ആണോ? റെഡിയാണോ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ആ എസിന്റെ വാല്യൂ നേരെ ഇവിടെ കൊടുത്താൽ മതി. R സമം റൂട്ട് ഓഫ് s മൈനസ് a 21 മൈനസ് 13 ഇൻറ്റു 21 മൈനസ് 14 ഇൻറ്റു 21 മൈനസ് 15 ഓൾ ഡിവൈഡഡ് ബൈ ഈ എസിനും 21 ഈ റൂട്ട് 21 ബാധകമാണ് കേട്ടോ. R സമം റൂട്ട് ഓഫ് 21 മൈനസ് 13 എത്രയാണ്? 8 ഇൻറ്റു 21 മൈനസ് 14 എത്രയാണ്? 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 21. സെറ്റ് അല്ലേ? അടുത്ത സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കോ. ഒറ്റയടിക്ക് നമ്മൾ ഉത്തരം എഴുതാൻ പോവാണ്. മക്കളൊന്ന് നോക്കിക്കേ, ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പോവാ. എടാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 8 ഇൻറ്റു 7 ഇൻറ്റു 6 ചെയ്തിട്ട് അവസാനം 21 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് കാണരുത്. നിങ്ങൾ ചെയ്യേണ്ടത് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കോ. 7നെയും 21നെയും വെട്ടി എത്ര കിട്ടി? 3 കിട്ടി. 3നെയും 6നെയും വെട്ടി എത്ര കിട്ടി? 2 കിട്ടി. എങ്ങനെ 7നെയും 21നെയും വെട്ടി എത്ര കിട്ടി? 3 കിട്ടി. 3നെയും 6നെയും വെട്ടി എത്ര കിട്ടി? 2 കിട്ടിയത്. അങ്ങനെയെങ്കിൽ ബാക്കി R സമം റൂട്ട് ഓഫ് 8 ഇൻറ്റു 2 സമം റൂട്ട് ഓഫ് 16 സമം 4 കിട്ടി. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടെങ്കിൽ, ആ ത്രികോണത്തിൽ ഒരു ഇൻസർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ആ 4 ക്വസ്റ്റ്യൻസും ടാൻജന്റ് എന്ന് പറയുന്ന, തൊടുവരകൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. എന്റെ മക്കളെ ടാൻജന്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അത് ക്രിസ്മസ് പരീക്ഷയാവട്ടെ, SSLC എക്സാം ആവട്ടെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു അടിപൊളി ചാപ്റ്ററാണ്. പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ സെറ്റാണ്. ഏത് ചോദ്യം വന്നാലും നമുക്ക് ധൈര്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ എന്റെ മക്കള് കൃത്യമായി പഠിച്ച് സെറ്റായിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. നമ്മുടെ SSLC റിവിഷൻ ചാപ്റ്റർ 1 മുതൽ 13 വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ വൈസ് റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കീ കൺസെപ്റ്റ്, ഇക്വേഷൻസ്, ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയ എല്ലാം നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്ന നമ്മുടെ SSLCയുടെ റിവിഷൻ ബാച്ച് ഈ വരുന്ന ഡിസംബർ 5-ാം തീയതി ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഈ ഓടിപ്പോകുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.